എല്ലാവർക്കും വിദേശി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഉപ്പുമാവാണ്. ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. 1.5 കപ്പ് റോസ്റ്റഡ് റവ, 2 to 3 സ്പൂൺ വെളിച്ചെണ്ണ, കാഷ്യൂസ്, ഒരു സ്മോൾ ഓനിയൻ ചോപ്പ് ചെയ്ത്, 1 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ജിഞ്ചർ ക്രഷ് ചെയ്ത്, 1 ചില്ലി അരിഞ്ഞതും, റൈസിന് എടുത്ത് വെച്ചിട്ടുണ്ട്, 1 ടീസ്പൂൺ ഗീ എടുത്ത് വെച്ചിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പ്, കറിവേപ്പില. ഞാനതിന് വേണ്ടി ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ റവ റോസ്റ്റഡ് ആണ്, എന്നാലും ചെറുതായിട്ടൊന്ന് ചൂടാക്കുവാണ് ഞാൻ ഈ പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായ ശേഷം നമുക്ക് കടുകിടാം. വെളിച്ചെണ്ണ ചൂടായി നമുക്കിനി ഇത് കടുകിടാം. കടുക് കൂട്ടിയതിന് ശേഷം ജിഞ്ചറും ഇടാം. ജിഞ്ചറും ചില്ലിയും കൂടെ ഉള്ളത് ഇടാം. തീ കുറച്ചിടാം. ചെറിയ കളറാകുമ്പം അടുത്ത ഒനിയൻ ചോപ്പ് ചെയ്ത് ഇടാം. ചെറിയ തീയിലേ ഇടാവുള്ളൂ, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇടുക. ഉള്ളി ഇത്രയൊന്ന് വഴറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കാഷ്യൂസ് ഇടുക. എല്ലാവർക്കും അറിയാവുന്ന ഒരു ഡിഷാണ് ഉപ്പുമാവ്. ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇതിപ്പോൾ ഞാൻ റൈസിനും കാഷ്യൂസും ഇടുന്നത് കൊണ്ട് കറിയൊന്നും വേണ്ട, പഞ്ചസാരയും പഴവും കൂട്ടി മാത്രം കഴിക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഈ ഒരു കളറായതിനു ശേഷം ഞാൻ റൈസിന് ഇടുവാണ്. തീ ചെറുതായിട്ട് ഞാനൊന്ന് കുറയ്ക്കുക. ഇതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടി ഇടുക. കറിവേപ്പില ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിടുകയാണ്. ഇതിനകത്ത് ആവശ്യമുള്ള വെള്ളം ഒഴിക്കാം. 2.5 കപ്പ് വെള്ളമാണ് ഇതിനകത്ത് ഞാൻ ഒഴിക്കുന്നത്. ഇതിപ്പം വെള്ളം തിളയ്ക്കാൻ തുടങ്ങി, നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. ഇനി തീ കൊട്ടി കൊടുക്കാം. തിളച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ റവ ഇടുന്നത്. വെള്ളം വേണമെങ്കിൽ വീണ്ടും ഒഴിക്കുന്നത് പച്ചവെള്ളം ഒഴിക്കരുത്, നമ്മൾ ചൂടാക്കിയ വെള്ളമാണ് ഒഴിക്കേണ്ടത്. ഓക്കെ, ഇതെല്ലാം ഒന്ന് വെള്ളമെല്ലാം തിളച്ച് നമുക്ക് റവ ഇടാം. തീ ചെറുതായിട്ട് കുറച്ച് കൊടുക്കണേ. അടിക്ക് പിടിക്കുമൊന്നും പേടിക്കേണ്ട, ചെറിയ തീ കൊടുക്കണം. ഞാനിതൊന്ന് അടച്ചു വെക്കാൻ പോകണേ കുറച്ച് നേരത്തേക്ക്. അടച്ചു വെച്ചതിന് ശേഷം 2-3 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അങ്ങനെ നമ്മുടെ ഉപ്പുമാവ് റെഡിയായി വരുന്നു. നമുക്ക് ശകലം ഗീ ഒഴിച്ച് വാങ്ങി വെക്കാം.